ഇടുക്കി കുമളിയിലെ കെഎസ്ആർടിസി ഡിപ്പോയിലേക്കുള്ള വഴി സിപിഎം നേതാക്കൾ കയ്യേറിയതായി പരാതി. കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ കെഎസ്ആർടിസി ഉദ്യോഗസ്ഥരെ തടഞ്ഞതോടെ പോലീസ് എത്തിയാണ് സംഘർഷം ഒഴിവാക്കിയത്. സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കയ്യേറ്റത്തിന് പിന്നിൽ എന്ന ആരോപണം. തിരഞ്ഞെടുപ്പ് ദിവസത്തെ ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യം മുതലെടുത്താണ് ഡിപ്പോയിലേക്കുള്ള വഴി കയ്യേറി സ്വകാര്യ വ്യക്തി പാലം നിർമ്മിച്ചെന്നാണ് കെഎസ്ആർടിസി അധികൃതരുടെ വാദം. വഴിയുടെ സമീപത്ത് കൂടി ഒഴുകുന്ന തോടിന് കുറുകെ പാലം നിർമ്മിച്ചിരിക്കുന്നത് റോഡിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖയിൽ കെഎസ്ആർടിസിയെ കൂടാതെ 2 വീട്ടുകാർക്ക് മാത്രമാണ് റോഡ് ഉപയോഗിക്കാൻ അവകാശമുള്ളത്. തോടിന് കുറുകെ കെഎസ്ആർടിസിയുടെ വഴി കയ്യേറി സിപിഎം നേതാവ് പാലം നിർമ്മിച്ചത് കുമളി ഗ്രാമപഞ്ചായത്തിന്റെ ഒത്താശയോടെയാണെന്നാണ് ആരോപണം. ഈ വഴിയിലേക്ക് സ്വകാര്യ വ്യക്തി കുമളിയുടെ ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി ഒരു ഇലക്ഷൻ്റെ അന്ന് 26-ാം തീയതി റെഡിമെയ്ഡ് ഒരു പാലം ഉണ്ടാക്കി, ആംഗ്ലേർ വെച്ച് പാലം ഉണ്ടാക്കി, റെഡിമെയ്ഡ് പാലം ഉണ്ടാക്കുകയും അന്നത്തെ ദിവസം ഉദ്യോഗസ്ഥരില്ലാത്ത സമയം നോക്കി ഈ പാലം ഇവിടെ സ്ഥാപിക്കുകയും ക്രെയിൻ ഉപയോഗിച്ച് സ്ഥാപിക്കുകയും ബാക്കി ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഈ റോഡിലേക്ക് അറ്റാച്ച് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചോളം യാതൊരു അനുമതിയോ അല്ലെങ്കിൽ യാതൊരു പെർമിഷനോ കൂടാതെ ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെയും കെഎസ്ആർടിസിയുടെയും ആൾക്കാർ ഒത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ സംഭവം നടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം 24 മണിക്കൂർ ഇവിടെ കെഎസ്ആർടിസി വണ്ടികൾ ഓടുന്നതാണ്. അവർക്ക് വേണമെങ്കിൽ ഇത് തടയായിരുന്നു. അവർ പോലീസിൽ പരാതി കൊടുക്കുക ഒന്നും ചെയ്യാതെ ഈ അഴിമതിക്ക് കൂട്ടു നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ കെഎസ്ആർടിസിയിലേക്കും ഒപ്പം തന്നെ പഞ്ചായത്തിലേക്കും ഭാരതീയ ജനതാ പാർട്ടി ഉടൻ തന്നെ ശക്തമായ സമരപരിപാടി പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. വിഷയം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്നും CMDയുടെ നിർദ്ദേശത്തിനനുസരിച്ച് കയ്യേറ്റം ഒഴിപ്പിക്കാൻ ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് കെഎസ്ആർടിസി അധികൃതർ വ്യക്തമാക്കി. കയ്യേറ്റത്തിനെതിരെ കെഎസ്ആർടിസി കുമളി ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ജയ് ഹിന്ദ് ന്യൂസ്, ഇടുക്കി.